നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് എയറിനെ എയറിൽ നിർത്തി കോടതി. സ്വപ്നങ്ങളുടെ ചിറകിലേറി മലയാളി ഗൾഫിൽ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. വീടിനും നാടിനും വേണ്ടി മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കുന്ന മലയാളി കേരളത്തിന്റെ വളർച്ചയിൽ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. സംസ്ഥാനം കൈവരിച്ച സാമ്പത്തിക പുരോഗതിയിൽ ഗൾഫ് മലയാളി ചെലുത്തിയ സ്വാധീനം വളരെയേറെയാണ്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഓരോ പ്രവാസിയും ഗൾഫ് നാടുകളിൽ പോയി കഷ്ടപ്പെടുന്നത്. അതിനിടയിൽ അവർക്ക് കിട്ടുന്ന ഏക സന്തോഷം അവർക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമാണുള്ളത്. അപ്പോഴും ഉയർന്ന വിമാന നിരക്കും ആവശ്യത്തിന് സർവീസുകൾ ഇല്ലാത്തതും സാധാരണക്കാരായ പ്രവാസികൾക്ക് കഷ്ടപ്പാടാണ് നൽകുന്നത്. ഇതിനിടയിൽ വിമാന കമ്പനിക്കാരുടെ ഭാഗത്തു നിന്നും നിരുത്തരവാദപരമായ പെരുമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് കൂനിന്മേൽ കുരുപോലെയാണ് പ്രവാസികൾക്ക്. വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്ന് അടിക്കടി ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യാത്രക്കാർ അനുഭവിക്കുന്നുമുണ്ട്. പലരും ഇത്തരം ബുദ്ധിമുട്ടുകൾ പരാതിപ്പെടാൻ പോവാതെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിന് കൃത്യമായ നിയമ നടപടി സ്വീകരിച്ച മലപ്പുറം സ്വദേശിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിച്ച വാർത്തയാണ് മലപ്പുറത്തു നിന്നും ഇപ്പോൾ വരുന്നത്. തേഞ്ഞിപ്പലം സ്വദേശി തൊണ്ടിക്കടൻ അബ്ദുസലാമിന് ഗൾഫ് എയർ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. യാത്രാരേഖയിലെ വ്യത്യാസം ചൂണ്ടിക്കാട്ടിയായിരുന്നു അബ്ദുൽ സലാമിന്റെ യാത്ര ഗൾഫ് എയർ മുടക്കിയത്. 20 വർഷമായി വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അബ്ദുൽ സലാം. ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടിലെ വിവരങ്ങളിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നു. ഇത് നിയമാനുസൃതം തിരുത്തി പുതിയ പാസ്പോർട്ടും ഇദ്ദേഹം സ്വന്തമാക്കി. ഇതിനുശേഷം പുതിയ പാസ്പോർട്ടും പഴയ പാസ്പോർട്ടുമായാണ് അബ്ദുൽ സലാം വിമാനത്താവളത്തിലേക്ക് എത്തിയത്. എന്നാൽ വിസയിലും പാസ്പോർട്ടിലും വിവരങ്ങൾ വ്യത്യസ്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടി വിമാന കമ്പനി യാത്ര നിഷേധിക്കുകയായിരുന്നു. പഴയ പാസ്പോർട്ട് റദ്ദാക്കിയെങ്കിലും വിസ റദ്ദാക്കിയിട്ടില്ല. ഇക്കാര്യം പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇക്കാര്യം വിമാന കമ്പനി അധികൃതരെ ബോധ്യപ്പെടുത്തിയെങ്കിലും യാത്ര ചെയ്യാൻ ഗൾഫ് എയർ കമ്പനി അനുമതി നൽകിയില്ല. യാത്ര മുടങ്ങിയത് തന്റെ ജോലിയെ അടക്കം ബാധിച്ചതോടെ അബ്ദുൽ സലാം പരാതിയുമായി ജില്ലാ ഉപഭോക്തൃ കമ്മീഷന് മുമ്പാകെ എത്തുകയായിരുന്നു. യാത്രാ തീയതിയുടെ പിറ്റേ ദിവസമായിരുന്നു സലാമിന് ജോലിക്ക് ഹാജരാവേണ്ടിയിരുന്നത്. യാത്ര മുടങ്ങിയതോടെ ജോലിയും ദീർഘകാലം തുടർച്ചയായി ജോലി ചെയ്തിരുന്നതിനാൽ ലഭിക്കുമായിരുന്ന ആനുകൂല്യവും നഷ്ടമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെന്നും രേഖകൾ ശരിയല്ലെങ്കിൽ യാത്രയ്ക്ക് അനുമതി നൽകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ലഭിച്ചത് എന്നുമായിരുന്നു ഗൾഫ് എയർ ഉപഭോക്തൃ കമ്മീഷൻ മുമ്പാകെ അറിയിച്ചത്. വിമാന ടിക്കറ്റിന്റെ തുകയായ 24,000 രൂപയും കോടതി ചെലവായി 20,000 രൂപയും വിമാന കമ്പനി വേറെ നൽകണം. എന്നാൽ പരാതിക്കാരന്റെ രേഖകൾ ശരിയാംവിധം പരിശോധിച്ച് വ്യക്തത വരുത്താതെയാണ് പ്രവാസിയുടെ യാത്ര തടഞ്ഞത്. ഇത് സേവനത്തിലെ വീഴ്ചയാണ്. വിസ നൽകിയിട്ടുള്ളത് പാസ്പോർട്ടിനല്ല, പാസ്പോർട്ട് ഉടമയ്ക്കാണെന്നും 2 പാസ്പോർട്ടും ഒരാളുടേത് തന്നെയാണെന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ അംഗങ്ങളുമായിട്ടുള്ള കമ്മീഷൻ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.